Hi all, welcome to my another video of electrical system design. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീ കമ്മീഷൻ ടെസ്റ്റ് ഫോർ ദ കേബിൾസ് ആണ്. അതായത് കേബിൾസ് നമ്മൾ എനർജൈസ് ചെയ്യുന്നതിനെക്കാട്ടി മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ലാസ്റ്റ് വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്ത് അബൌട്ട് ദ പ്രീ കമ്മീഷൻ ടെസ്റ്റ് ദാറ്റ് വി ആർ കണ്ടക്ടിങ് ഓൺ ട്രാൻസ്ഫോമേഴ്സ് ബിഫോർ എനർജൈസിങ് ആയിരുന്നു. അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ അതിന് ആ വീഡിയോസ് കാണുക. അതേപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ടു ഗെറ്റ് മോർ വീഡിയോസ് ലൈക്ക് ദിസ്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്രീ കമ്മീഷനിങ് ഓൺ കേബിൾസ്. Safety considerations. First of all, when we are testing a cable, person safety is the most important one. അപ്പോൾ ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്ന് പറയുന്നത് പേഴ്സൺ സേഫ്റ്റിയാണ്. അത് നമ്മൾ നോക്കിയിടണം. നമ്മളുടെ കേബിൾസും എന്തായാലും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. All cables and equipments are tested only performed by the qualified persons on isolated and de-energized system. അപ്പോൾ ഐസൊലേറ്റഡും ഡി-എനർജൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തുമാണ് ചെയ്യേണ്ടത്. അത് മാത്രമല്ല ക്വാളിഫൈഡ് പേഴ്സൺസ് ആയിരിക്കണം. And expect otherwise specially requested or authorized. അതായത് ഡി എനർജൈസ്ഡ് സിസ്റ്റത്തിൽ വേണം ഇത് മെയിൻലി ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അതോറിറ്റീസ് നിന്ന് എടുക്കേണ്ടി വരും. ഓക്കെ, എനർജൈസ്ഡ് സിസ്റ്റത്തിൽ വല്ല വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, ടൈപ്സ് ഓഫ് കേബിൾ ടെസ്റ്റ്. ദർ ആർ മെയിൻലി 3 ടൈപ്പ് ഓഫ് കേബിൾ ടെസ്റ്റ്. ഒന്ന് ഇൻസ്റ്റാളേഷൻ ടെസ്റ്റ് എന്ന് പറയും, ദെൻ അക്സെപ്റ്റൻസ് ടെസ്റ്റ് ആൻഡ് മെയിൻ്റനൻസ് ടെസ്റ്റ്. അപ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റും എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു ചെക്ക് അബൌട്ട് വാട്ട് ഈസ് മീൻ ബൈ ഇൻസ്റ്റാളേഷൻ ടെസ്റ്റ്. ആ പേര് കേൾക്കുമ്പോൾ പറയാം നമുക്ക് എന്താണ് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനർജൈസ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്ന ടെസ്റ്റിനാണ് ഇൻസ്റ്റാളേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻസ്റ്റാളേഷൻ ടെസ്റ്റ് കണ്ടക്റ്റഡ് ആഫ്റ്റർ ദ കേബിൾ ഈസ് ഇൻസ്റ്റാൾഡ് ബട്ട് ബിഫോർ എനി അക്സസറീസ്. അതായത് അക്സസറീസോ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ വെക്കില്ല. ജോയിൻറ്റ്സ്, ടെർമിനേഷൻസ് ഇതൊന്നും വെക്കില്ല. വെറുതെ കേബിൾ മാത്രം നമ്മൾ ഇട്ടിട്ട് അത് വെറുതെ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കും, കേബിൾ മാത്രം. അതിനുശേഷം ആ ടെസ്റ്റിങ്ങിനാണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദീസ് ടെസ്റ്റ് ആർ ഇൻറ്റൻഡഡ് ടു ഡിറ്റക്ട് എനി മാനുഫാക്ചറിങ്, ട്രാൻസ്പോർട്ട് ഓർ ഡാമേജ് സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനത്തെ എന്തെങ്കിലും ഡാമേജുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തരം ഇൻസ്റ്റാളേഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ അക്സെപ്റ്റൻസ് ടെസ്റ്റ്. ഈ അക്സെപ്റ്റൻസ് ടെസ്റ്റ് ചെയ്യുന്നത് ദിസ് ഈസ് പെർഫോംഡ് ആഫ്റ്റർ ദ ഇൻസ്റ്റാളേഷൻ ഓഫ് കേബിൾ ആൻഡ് അക്സസറീസ്. അതായത് കേബിളും അക്സസറീസും എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബട്ട് ബിഫോർ എനർജൈസിങ് ദ കേബിൾ വിത്ത് ദ സിസ്റ്റം വോൾട്ടേജ്. അതായത് അപ്പോൾ മെയിൻലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേബിളും അതിൻ്റെ കറസ്പോണ്ടിങ് അക്സസറീസും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നടത്തുന്ന ടെസ്റ്റിനാണ് നമ്മൾ അക്സെപ്റ്റൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു കേബിൾ നമുക്ക് അക്സെപ്റ്റബിൾ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ചെയ്യുന്നത്. ഇറ്റ്സ് പർപ്പസ് ഈസ് ടു ഡിറ്റക്ട് ഷിപ്പിംഗ് ആൻഡ് ഇൻസ്റ്റലേഷൻ ഡാമേജസ് ഇൻ ബോത്ത് കേബിൾ ആൻഡ് കേബിൾ അക്സസറീസ്. അപ്പോൾ കേബിൾ അക്സസറീസിൽ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടോ, എന്തെങ്കിലും ക്രാക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ് നമ്മൾ അക്സെപ്റ്റൻസ് ടെസ്റ്റ് ചെയ്യുന്നത്. മെയിൻ്റനൻസ് ടെസ്റ്റാണ് നെക്സ്റ്റ് വൺ. ആൻഡ് ഇറ്റ് ഈസ് പെർഫോംഡ് ത്രൂ ഔട്ട് ദ സർവീസ് ലൈഫ് ടൈം ഓഫ് ദ കേബിൾ സിസ്റ്റം. അപ്പോൾ കേബിൾ സിസ്റ്റത്തിൻ്റെ ലൈഫ് ടൈമിൽ നടക്കുന്ന ടെസ്റ്റിലാണ് സർവീസ് ടെസ്റ്റുകളെയാണ് നമ്മൾ മെയിൻ്റനൻസ് ടെസ്റ്റ് എന്ന് പറയേണ്ടത്. ഇറ്റ്സ് പർപ്പസ് ഈസ് ടു അസസ് ദ കണ്ടീഷൻ ആൻഡ് ചെക്ക് ദ സർവീസബിലിറ്റി ഓഫ് ദ കേബിൾ സിസ്റ്റം. അതായത് മെയിൻലി ഉപയോഗിക്കുന്നത് കണ്ടീഷൻ ചെക്ക് ചെയ്യാനും അതേപോലെ തന്നെ കംപ്ലയിൻറ്റുകൾ എന്തെങ്കിലും വരാൻ ചാൻസുകളുണ്ടോ ഇതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ കറക്റ്റായിട്ട് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ. ഓക്കെ, അത് മാത്രമല്ല വി ക്യാൻ ചെക്ക് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ കേബിൾ സിസ്റ്റം സോ ദാറ്റ് ഇറ്റ് ഈസ് സൂട്ടബിൾ ഫോർ മെയിൻ്റനൻസ് പ്രൊസീജിയേഴ്സ് ക്യാൻ ബി ഇനീഷ്യേറ്റഡ്. പിന്നെ മെയിൻ്റനൻസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ സർവീസബിലിറ്റിയും കൂടി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അത് എത്ര നാൾ സർവീസ് ചെയ്യാൻ പറ്റും, എപ്പോഴാണത് കംപ്ലയിൻ്റ് ആവുക, അങ്ങനെ ചെറിയൊരു ഐഡിയയും കൂടി നമുക്ക് മെയിൻ്റനൻസ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കേബിൾസ്. ഇതിപ്പോൾ സ്റ്റാൻഡേർഡ് അലുമിനിയം കണ്ടക്ടറാണ് ഉള്ളിൽ ഉപയോഗിച്ചേക്കുന്നത്. അതിന് കുറച്ച് കവറിങ്ങും ഷീറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് 33 kV സിംഗിൾ കോർ AWA ആമർ പവർ കേബിളാണ് ഈ കൊടുത്തേക്കുന്നത്. ഇതാണ് നമ്മുടെ കോപ്പർ. ബാക്കിയൊക്കെ കോണ്ടാക്ട് സ്ക്രീന്, അതുപോലെ ഇൻസുലേഷൻ സ്ക്രീന്, കോപ്പർ ടേപ്പ് എക്സെട്ര അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, ദെൻ ഇതെന്ന് പറയുന്നത് 12/20 kV സിംഗിൾ കോറിൻ്റെയാണ്. അതേപോലെ തന്നെ ആദ്യത്തേന്ന് പറയുന്നത് 6/10 kV സിംഗിൾ കോറിൻ്റെയാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് നമ്മൾ പറയുന്ന മെത്തേഡ്സ് ഓഫ് കേബിൾ ടെസ്റ്റിംഗ് ആണ്. പിന്നെയാണ് നമ്മൾ ടെസ്റ്റിംഗിലേക്ക് കിടക്കാൻ പോകുന്നത്. ഓക്കെ, വിച്ച് ടെസ്റ്റ് മെത്തേഡ് ഈസ് ടു ബി യൂസ് ഡിപ്പെൻഡ് അപ്പോൺ ജനറലി ഓൺ ദ ഏജ് ആൻഡ് ടൈപ്പ് ഓഫ് ദ കേബിൾ സിസ്റ്റം. അപ്പോൾ ഏത് ടെസ്റ്റ് മെത്തേഡ് ഉപയോഗിക്കും എന്നുള്ളത് ആ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന അതായത് ഏതിൻ്റെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഏജും അതിൻ്റെ ടൈപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടിരിക്കും. മെയിൻ ഓഫ് ദ മെത്തേഡ്സ് ആർ ഡിസ്ക്രൈബ് ഹിയർ ക്യാൻ ബി പെർഫോംഡ് ആസ് ദ അക്സെപ്റ്റൻസ് ഓർ മെയിൻ്റനൻസ് ടെസ്റ്റ്. അപ്പോൾ ഇവിടെ തന്നെ കുറേയൊക്കെ നമ്മൾ അക്സെപ്റ്റൻസ് ടെസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ മെയിൻ്റനൻസ് ടെസ്റ്റ് ആയിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഡിപ്പെൻഡിങ് ഓൺ ദ കണ്ടീഷൻസ് സച്ച് ആസ് ദ ടെസ്റ്റ് വോൾട്ടേജ് അപ്ലൈഡ്. അപ്പോൾ എത്രത്തോളം വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്, ഡ്യൂറേഷൻ ഓഫ് ദ ടെസ്റ്റ്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. Different type of tests are dielectric withstand test, very low frequency VFL എന്ന് പറയും. അതേപോലെ തന്നെ ഡാംഡ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് DAC വോൾട്ടേജ് എന്ന് പറയും. പവർ ഫാക്ടർ ഡിപ്രിസിയേഷൻ ഫാക്ടർ ടാൻ ഡെൽറ്റ എന്ന് പറയാറുണ്ട്. DC ഇൻസുലേഷൻ റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ ലാസ്റ്റ് വൺ എന്നത് പാർഷ്യൽ ഡിസ്ചാർജ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ദാറ്റ് വി ആർ കണ്ടക്ടിങ്
on the cable before energizing. അതിനാണ് നമ്മൾ പ്രീ കമ്മീഷനിങ് ടെസ്റ്റിംഗ് ഓഫ് കേബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഓരോ ടെസ്റ്റുകളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അതായത് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഡൈഇലക്ട്രിക് വിത്ത്സ്റ്റാൻഡ് ടെസ്റ്റിനെ കുറിച്ചിട്ടാണ്. ഡൈഇലക്ട്രിക് ടെസ്റ്റ് ഈസ് ബേസിക്കലി ആൻ ഇലക്ട്രിക്കൽ സ്ട്രെസ് ടെസ്റ്റ്. അപ്പോൾ ഇതൊരു സ്ട്രെസ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ശരിക്കും പറഞ്ഞത്. അത് നമ്മുടെ പുറത്തുള്ള ഇൻസുലേഷൻ ഉണ്ടാവും നമ്മുടെ കേബിളിൻ്റെ, അതിന് കംപ്ലയിൻറ്റ് വരാൻ ചാൻസസ് ഉണ്ടാവും. വല്ല വെർട്ടിക്കുലർ വോൾട്ടേജ് ഹൈ ലെവൽ വന്നു കഴിഞ്ഞാൽ കംപ്ലയിൻ്റ് ആവുക, അതോ ഏത് ഹൈ ലെവൽ വോൾട്ടേജ് വന്നാലും കംപ്ലയിൻ്റ് ആവുക. അതുകൊണ്ടാണ് നമ്മൾ വി ആർ കോളിംഗ് ഇറ്റ് ആസ് ആൻ ഡൈഇലക്ട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ടു എൻഷുർ ദ ഇൻസുലേഷൻ സിസ്റ്റം. അപ്പോൾ മെയിൻലി ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ഇൻസുലേഷൻ സിസ്റ്റത്തിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻസുലേഷൻ സിസ്റ്റം വിൽ പ്രൊവൈഡ് അഡ്വക്കേറ്റ് സർവീസ് ലൈഫ്. അപ്പോൾ വളരെ നല്ല ഇൻസുലേഷൻ സിസ്റ്റം ജീവിതകാലം മുഴുവൻ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും എന്ന് പറയില്ലേ, അതിനാണ് നമ്മൾ ഈ ഒരു ഡൈഇലക്ട്രിക് വിത്ത്സ്റ്റാൻഡ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. ഫോർ ദിസ് വിത്ത്സ്റ്റാൻഡ് ടെസ്റ്റ് ദ ഇൻസുലേഷൻ അണ്ടർ ടെസ്റ്റ് മസ്റ്റ് ബി വിത്ത്സ്റ്റാൻഡ് എ സ്പെസിഫിക് അപ്ലൈഡ് വോൾട്ടേജ്. അപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അപ്ലൈഡ് വോൾട്ടേജ് കുറച്ച് നേരത്തേക്ക് നമ്മൾ ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യണം നമ്മുടെ കേബിളിലേക്ക്, ആൻഡ് വിച്ച് ഈസ് ഹയർ ദാൻ ദ സർവീസ് വോൾട്ടേജ്. അപ്പോൾ സാധാരണ 230 കൊടുക്കുന്നതെങ്കിൽ വില 300 വോൾട്ടേജൊക്കെ നമ്മൾ കൊടുത്തിട്ടായിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടാവുക. അക്രോസ് ദ ഇൻസുലേഷൻ ഫോർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം വിത്തൗട്ട് ബ്രേക്ക് ഡൗൺ ഓഫ് ദി ഇൻസുലേഷൻ. അപ്പോൾ ഇൻസുലേഷൻ ബ്രേക്ക് ആവാണ്ട് വേണം ഇത് കൊടുക്കുക. അതായത് ഇൻസുലേഷൻ ബ്രേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഡാമേജ് ആയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വിത്ത്സ്റ്റാൻഡ് വോൾട്ടേജ് ഈസ് യൂഷ്വലി ഫാർ ഗ്രേറ്റർ ദാൻ ദ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് വോൾട്ടേജിന് കുറച്ചുകൂടി വളരെയധികം കൂടുതലാണ് കൊടുക്കുന്നത് സാധാരണ രീതിയിൽ ഈ ഇൻപുട്ട് കൊടുക്കുന്ന വോൾട്ടേജ്. ആൻഡ് ദ എമൗണ്ട് ഓഫ് ദ ടൈം ഈസ് അപ്ലൈ ഡിപ്പെൻഡ് ഓൺ ദ സർവീസ് ഏജ്. അപ്പോൾ എത്ര നേരം കൊടുക്കണം, 10 സെക്കൻഡാണോ 3 സെക്കൻഡാണോ, അത് ഡിപ്പെൻഡ് ഓൺ ദ സർവീസ് ഏജ് ആണ് ആൻഡ് അതർ സം ഫാക്ടേഴ്സ്. ഇഫ് നോ എവിഡൻസ് ഓഫ് ഡിസ്ട്രസ്, അതായത് കേബിളിൽ നമ്മൾ ടെസ്റ്റിംഗ് ഇങ്ങനെ വാല്യൂ അല്ലെങ്കിൽ കറണ്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രോബ്ലങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ വി ആർ കോളിംഗ് ഇറ്റ് ആസ് ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു കേബിൾ പാസ്സായി എന്ന് പറയാൻ പറ്റും നമുക്ക് ഈ ടെസ്റ്റിന്. ഓക്കെ, അതാണ് ഈ ഒരു പോയിന്റിൽ കൊടുത്തേക്കണേ. ഇഫ് നോ എവിഡൻസ് ഓഫ് ഡിസ്ട്രസ് ഓർ ഇൻസുലേഷൻ ഫെയിലിയർ ഈസ് ഒബ്സർവ്ഡ് ബൈ ദ എൻഡ് ഓഫ് ദ ടെസ്റ്റ് ദാറ്റ് സ്പെസിമെൻ ഈസ് കൺസിഡർഡ് ടു ഹാവ് പാസ്ഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആ ഒരു കേബിൾ പാസ്സായി നമ്മുടെ ടെസ്റ്റ്. ഇഫ് ദ അപ്ലൈഡ് വോൾട്ടേജ് റിസൾട്ട് ഇൻ സഡൻ ബ്രേക്ക് ഡൗൺ ഓഫ് ദ ഇൻസുലേഷൻ മെറ്റീരിയൽസ് ദ ഇൻസുലേഷൻ ഈസ് ഡിറ്റർമിൻഡ് ടു ബി അൺസ്യൂട്ടബിൾ ഫോർ സർവീസ്. ഇപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ വോൾട്ടേജ് ആണ് കൊടുത്തപ്പോൾ അത് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി, ഇൻസുലേഷൻ മൊത്തം ഇങ്ങനെ കത്തിപ്പോയി അല്ലെങ്കിൽ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈപ്പ് സിസ്റ്റം പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ആ ഒരു ടൈപ്പ് കേബിൾ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, ഡയറക്റ്റ് കറണ്ട്, ഡൈഇലക്ട്രിക് വിത്ത്സ്റ്റാൻഡ് വോൾട്ടേജ് ആൻഡ് പവർ ഫ്രീക്വൻസി ഡൈഇലക്ട്രിക് വിത്ത്സ്റ്റാൻഡ് വോൾട്ടേജ് ആർ ദർ. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഡൈഇലക്ട്രിക് വിത്ത്സ്റ്റാൻഡ്സ് അവൈലബിൾ, ഒന്ന് DC ടൈപ്പും ഒന്ന് AC ടൈപ്പും. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് വെരി ലോ ഫ്രീക്വൻസി ഡൈഇലക്ട്രിക് വിത്ത്സ്റ്റാൻഡ് വോൾട്ടേജ്. അപ്പോൾ ഈ വെരി ലോ ഫ്രീക്വൻസിനെ നമ്മൾ ഷോർട്ട് ഫോമിൽ VFL എന്നാണ് പറയേണ്ടത്. VFL ടെസ്റ്റിംഗ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് എ ഡയഗോണൽ ടെസ്റ്റ്, മീനിങ് ഇറ്റ് മേ ബി പെർഫോംഡ് ആസ് എ പ്രൂഫ് ടെസ്റ്റ് ഫോർ ദ അക്സെപ്റ്റൻസ്. അത് നമുക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഈ കേബിൾ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളൊരു തെളിവാണ് നമുക്ക് ഇവിടെ നിന്ന് ശരിക്കും കിട്ടുന്നുണ്ടാവുക. ഓർ ആസ് എ മെയിൻ്റനൻസ് ടെസ്റ്റ് ഫോർ അസസിങ് ദ കണ്ടീഷൻസ് ഓഫ് ദ കേബിൾ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു അക്സെപ്റ്റൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മളതിനെ മെയിൻ്റനൻസ് ടെസ്റ്റ് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഇതിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ ചെക്ക് ചെയ്ത് എങ്ങനെയുണ്ട്, ഓരോ 6 മാസം കൂടുമ്പോൾ 3 മാസം കൊണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാം, ഇതിനൊരു കംപ്ലയിൻറ്റ് കാര്യങ്ങളുണ്ടോ, അത് കംപ്ലയിൻ്റ് ആവാൻ ചാൻസസ് ഉണ്ടോ, ഈ വിവരങ്ങളൊക്കെ ശേഖരിക്കാനാണ് നമ്മൾ മെയിൻ്റനൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അൺലൈക്ക് ദ DC വോൾട്ടേജ് ടെസ്റ്റിംഗ് വെരി ലോ ഫ്രീക്വൻസി ടെസ്റ്റ് ഈസ് നോട്ട് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ്. അപ്പോൾ ഇതൊരു നോട്ട് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റാണ്, അത് കംപ്ലയിൻറ്റ് കാണുന്നൊന്നും വരില്ല ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ടു ഗുഡ് ഇൻസുലേഷൻ, അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്, ഗുഡ് ഇൻസുലേഷൻ ആണെങ്കിൽ മാത്രമേ കംപ്ലയിൻറ്റ് വരാണ്ടിരിക്കുള്ളൂ. ആൻഡ് ഡസ് നോട്ട് ലീഡ് ടു പെർമനൻറ്റ് ഫെയിലേഴ്സ് കാര്യങ്ങളൊന്നും വരാൻ ചാൻസസുകൾ വളരെ കുറവാണ്. VFL testing is performed with a AC high port at a frequency ranging from 0.01 to 1 Hz. The procedure for VFL testing is nearly identical to the DC high port testing and it is also considered as go-no-go test. അപ്പോൾ AC high port ഫ്രീക്വൻസി റേഞ്ച് വെച്ചിട്ടായിരിക്കും നമ്മളിത് ടെസ്റ്റിംഗ് പർപ്പസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടാവുക. ഏകദേശം DC high port ടെസ്റ്റിംഗ് ചെയ്ത പോലെ തന്നെയാണ് ഇത് വരുന്നുണ്ടാവുക. ഓക്കെ, ഇഫ് ദ കേബിൾ ക്യാൻ വിത്ത്സ്റ്റാൻഡ് ദ അപ്ലൈഡ് വോൾട്ടേജ് ഫോർ എ ഡ്യൂറേഷൻ ഓഫ് ദ ടെസ്റ്റ്. അപ്പോൾ ആ ടെസ്റ്റ് ഫുള്ളായിട്ട് നമ്മൾ ഈ കേബിൾ ഈ ഒരു കംപ്ലയിൻറ്റ് കൂടാണ്ട് പിടിച്ച് നിൽക്കുകയാണെങ്കിൽ വി ക്യാൻ കൺസിഡർ ദിസ് ആസ് പാസ്. അതായത് ആ ഒരു കേബിൾ പാസ്സായി നമുക്ക് പറയാൻ പറ്റും. പ്രോപ്പർ ടെസ്റ്റ് വോൾട്ടേജ് ആൻഡ് ദ ടൈം ഡ്യൂറേഷൻ ആർ ക്രിട്ടിക്കൽ ഫോർ ദ സക്സസ് ഓഫ് ദ VFL ടെസ്റ്റ്. അപ്പോൾ VFL ടെസ്റ്റ് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ആ നമ്മുടെ അപ്ലൈഡ് വോൾട്ടേജും ഡ്യൂറേഷനും ആ കാര്യങ്ങളൊക്കെ വളരെയധികം കറക്റ്റായിരിക്കും, എന്നാൽ മാത്രമേ നടക്കുള്ളൂ. ഓക്കെ, ഇഫ് ദ അപ്ലൈഡ് ടെസ്റ്റ് വോൾട്ടേജ് യൂസ്ഡ് is too low and or too short in duration, the risk of failure in services may increase following the test.
ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ്, അതായത് അപ്ലൈഡ് വോൾട്ടേജ് ഈസ് ടു ലോ, വളരെ ചെറിയ വോൾട്ടേജാണ് നമ്മൾ കൊടുക്കുന്നത് വിചാരിക്കുക. അതേപോലെ തന്നെ കുറച്ച് നേരത്തേക്ക് നമ്മൾ കൊടുത്തുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദ റിസ്ക് ഓഫ് ഫെയിലർ ഇൻ സർവീസസ് മേ ഇൻക്രീസസ് ഫോളോയിങ് ദ ടെസ്റ്റ്. അപ്പോൾ ടെസ്റ്റിന് ശേഷം ചിലപ്പോൾ അങ്ങനെ വളരെ ചെറിയ വോൾട്ടേജ് കൊടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ റിസ്ക്കും കാര്യങ്ങളൊക്കെ കൂടാൻ ചാൻസസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അതായത് ഫെയിലറിൻ്റെ ചാൻസസ് കൂടുകയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ആണ് പറയാൻ പോകുന്നത് ഡാംഡ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് വോൾട്ടേജിനെ കുറിച്ചിട്ട്, ടൈപ്പ് ഓഫ് ടെസ്റ്റിങ്ങിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ DSC എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫോമാണ്. DSC വോൾട്ടേജ് ടെസ്റ്റിംഗ് ഈസ് വൺ ഓഫ് ദ ആൾട്ടർനേറ്റീവ് മെത്തഡ് ഓഫ് AC വോൾട്ടേജ് ടെസ്റ്റിംഗ് ആൻഡ് ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് എ broad range of medium voltage, high voltage and extra high voltage cables. Damped AC voltages are generated by charging a test object to a predetermined voltage level. അപ്പോൾ ഡാംപ്ഡ് AC വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മളൊരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് എടുത്തിട്ട് അതിനെ ചാർജ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ടു എ പ്രീ ഡിറ്റർമിൻഡ് വോൾട്ടേജ് ലെവൽ, പെർട്ടിക്കുലർ ആയിട്ടുള്ള വോൾട്ടേജ് ലെവലിലേക്ക് എത്തുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. ദെൻ ഡിസ്ചാർജിങ് ഇറ്റ്സ് കപ്പാസിറ്റൻസ് ത്രൂ എ സൂട്ടബിൾ ഇൻഡക്റ്റൻസ്. അപ്പോൾ ഇവിടെ ഡാംപ്ഡ് AC വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് എടുത്തിട്ട് അതിനെ ചാർജ് ചെയ്തിട്ടാണ് മെയിൻലി ചെയ്യുന്നത്. അത് ചാർജ് ചെയ്യുന്നത് ടു എ പ്രീ ഡിറ്റർമിൻഡ് വോൾട്ടേജ് ലെവൽ വരെയാണ് അത് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ദെൻ ഡിസ്ചാർജിങ് ഈസ് കപ്പാസിറ്റൻസ് ത്രൂ എ സൂട്ടബിൾ ഇൻഡക്റ്റൻസ്. അപ്പോൾ ഡിസ്ചാർജ് ആവുന്നത് ഒരു സൂട്ടബിൾ ഇൻഡക്റ്റൻസ് വഴിയാണ് ഡിസ്ചാർജ് ചെയ്യേണ്ടത്. ഡ്യൂറിങ് ദ ഡിസ്ചാർജ് സ്റ്റേറ്റ് എ DAC അറ്റ് എ ഫ്രീക്വൻസി ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ടെസ്റ്റ് ഒബ്ജക്റ്റ് കപ്പാസിറ്റൻസ് ആൻഡ് ദ ഇൻഡക്റ്റൻസ് ഈസ് പ്രസൻറ്റ്. അപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരു ഈ ടെസ്റ്റ് ഒബ്ജക്റ്റിൽ ഒരു കപ്പാസിറ്റൻസും ഇൻഡക്റ്റൻസും ഒക്കെ പ്രസൻ്റ് ആയിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പവർ ഫാക്ടർ ഓർ ഡിസിപ്പേഷൻ ഫാക്ടർ അല്ലെങ്കിൽ ടാൻ ഡെൽറ്റ എന്നൊക്കെ പറയുന്ന ടൈപ്പ് ടെസ്റ്റിംഗ് ആണ്. ഓക്കെ, ടാൻ ഡെൽറ്റ ഈസ് ഓൾസോ നോൺ ആസ് ലോസ് ആംഗിൾ എന്ന് പറയുന്നത് നെയിമാണ് ഓർ ഡിപ്രീസിയേഷൻ ഫാക്ടർ. ഇറ്റ് ഈസ് എ ഡയഗ്നോസ്റ്റിക് മെത്തേഡ് ടു ടെസ്റ്റ് ദ കേബിൾസ് ടു ഡിറ്റർമിൻ ദ ക്വാളിറ്റി ഓഫ് ദി ഇൻസുലേഷൻ. ഇത് നമ്മൾ മേലെ ഉപയോഗിക്കുന്നത് ക്വാളിറ്റി ഓഫ് ദി ഇൻസുലേഷൻ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇഫ് ദി ഇൻസുലേഷൻ ഓഫ് എ കേബിൾ ഈസ് ഫ്രീ ഫ്രം ഡിഫെക്ട്സ് ലൈക്ക് ട്രീസ്, മോയ്സ്ചർ, എയർ പോക്കറ്റ് എക്സെട്ര, the cable approaches the properties of a perfect capacitor. അപ്പോൾ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ, അതായത് മോയ്സ്ചറോ എയർ പോക്കറ്റോ ട്രീസോ അങ്ങനെ വല്ല പ്രോബ്ലംസോ കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ the cable approaches with the property of a perfect capacitance. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കേബിളിന് പെർഫെക്റ്റ് കപ്പാസിറ്ററിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. ഇഫ് എ പെർഫെക്റ്റ് കപ്പാസിറ്റർ ദ വോൾട്ടേജ് ആൻഡ് ദ കറണ്ട് ആർ ഫേസ് ഷിഫ്റ്റ് ടു 90 ഡിഗ്രി. അപ്പോൾ വോൾട്ടേജും കറണ്ടും 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും കറക്റ്റായിട്ടൊരു കപ്പാസിറ്റർ ആണെങ്കിൽ. ആൻഡ് ദ കറണ്ട് ഫോഴ്സ് ത്രൂ ദ ഇൻസുലേഷൻ ഈസ് കപ്പാസിറ്റി. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവില്ല. പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻസുലേറ്റർ ആണെങ്കിലാണ് അങ്ങനെ സംഭവിക്കേണ്ടത്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഇമ്പ്യൂരിറ്റീസ് ഉള്ളതിനെ കുറിച്ചിട്ടാണ്. ഇഫ് ദർ ആർ ഇമ്പ്യൂരിറ്റീസ് ഇൻ ദ ഇൻസുലേഷൻ ദ കേബിൾ ബിക്കം എ ലെസ് പെർഫെക്റ്റ് കപ്പാസിറ്റർ ആൻഡ് ദ ഫേസ് ഷിഫ്റ്റ് വിൽ ബി ലെസ് ദാൻ 90 ഡിഗ്രി. അപ്പോൾ വല്ല പ്രോബ്ലംസോ കാര്യങ്ങളോ, അതായത് ഇമ്പ്യൂരിറ്റീസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കേബിൾ പെർഫെക്റ്റ് അല്ല എന്ന് പറയാം. അപ്പോൾ പെർഫെക്റ്റ് അല്ലെങ്കിൽ കപ്പാസിറ്റൻസും പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 90 ഡിഗ്രിയുടെ ഒരു കാര്യം, വോൾട്ടേജും ഐയും തമ്മിൽ അത് 90 ഡിഗ്രിയാണ് താഴേക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അക്കോർഡിംഗ് ടു നമ്മുടെ അതിൻ്റെ ഇമ്പ്യൂരിറ്റിയുടെ അളവ് അനുസരിച്ചിട്ട്. ഓക്കെ, ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ ഫേസ് ഷിഫ്റ്റ് ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി ഈസ് കോൾഡ് ദ ലോസ് ആംഗിൾ. അപ്പോൾ ഇത് എത്രത്തോളം കുറയുന്നു അതിനെയാണ് നമ്മൾ ഈ ലോസ് ആംഗിൾ എന്ന് പറയേണ്ടത്. വിച്ച് ഇൻഡിക്കേറ്റ് ദ ലെവൽ ഓഫ് ഇൻസുലേഷൻ ക്വാളിറ്റി. അപ്പോൾ ഇൻസുലേഷൻ്റെ ക്വാളിറ്റിയാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവും ഈ ആംഗിൾ നോക്കിയാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കേബിൾ വിത്ത് പുവർ ഇൻസുലേഷൻ ഹാവ് ഹൈ DF. അപ്പോൾ നമ്മുടെ കേബിളിൽ വിത്ത് പുവർ ഇൻസുലേഷൻ ആണെങ്കിൽ, അതായത് വളരെ ക്വാളിറ്റി കുറഞ്ഞ ഇൻസുലേഷൻ നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ DFൻ്റെ ഫാക്ടർ, അതായത് ഡിപ്രീസിയേഷൻ ഫാക്ടർ വളരെ ഹൈ ആയിരിക്കും. ഓക്കെ, അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഇൻസുലേഷൻ്റെ വാല്യൂ, അതായത് ക്വാളിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആരോ മാർക്ക് അടിയിലേക്ക് വരും കുറച്ചുകൂടി. അപ്പോൾ ഡെൽറ്റ എന്ന് പറയുന്ന ഈ ടൈമിൻ്റെ വാല്യൂ കൂടുതലാണ് വരിക. അതാണ് നമ്മൾ പറയാൻ കാരണം. പുവർ ഇൻസുലേഷൻ കേബിൾസ് ഹാവ് ഹയർ DF വാല്യൂസ് ആൻഡ് ഗുഡ് കേബിൾസ്. ഇപ്പോൾ നല്ല കേബിൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു വരെ 85 ഡിഗ്രിയിലേക്ക് ഇരിക്കേണ്ട ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അത്രയും പെർഫെക്റ്റ് ആണെങ്കിൽ 90 ഡിഗ്രിയിൽ തന്നെ വന്നിരിക്കും. ഓക്കെ, cables with poor insulation have higher DF values and good cables have low DF values. When performing a tan delta, the cable to be tested must be de-energized and each end isolated. രണ്ട് എൻഡ് ഐസൊലേറ്റ് ചെയ്തിട്ട് വേണം, അതേപോലെ തന്നെ de-energized ആയിട്ട് വേണം ഈ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു പവർ ഫാക്ടർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് DC ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റിനെ കുറിച്ച് നമ്മൾ പറയാം. ഓക്കെ, the insulation resistance of the cable is measured using a megometer. അപ്പോൾ മെഗോമീറ്റർ കൊടുത്തിട്ട് നമ്മൾ ഇൻസുലേഷൻ ലൈറ്റ് മെഷർ ചെയ്യും. ദിസ് ഈസ് എ സിമ്പിൾ ആൻഡ് നോൺ ഡിസ്ട്രക്റ്റീവ് മെത്തേഡ് ഓഫ് ഡിറ്റർമിൻ ദ കണ്ടീഷൻ ഓഫ് ദ കേബിൾ ഇൻസുലേഷൻ ടു ചെക്ക് ഫോർ കണ്ടാമിനേഷൻ ഡ്യൂ ടു മോയ്സ്റ്റ്, ഡേർട്ട് ഓർ കാർബണൈസേഷൻ. അപ്പോൾ ഈ ഒരു DC ഇൻസുലേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റാണ്.
അത് മെയിൻലി ഉപയോഗിക്കുന്നത് ഡിറ്റർമിൻ ദ കണ്ടീഷൻ ഓഫ് ദ കേബിൾ ഇൻസുലേഷൻ തന്നെയാണ് അത് മെയിൻലി ഉപയോഗിക്കുന്നത്. അതായത് ഭാവിയിലേക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് ഉപയോഗിച്ചേക്കുന്നത്. Insulation resistance measurements should be conducted at regular intervals and test records kept for the purposes. അപ്പോൾ കമ്പാരിസൺ പർപ്പസിനൊക്കെ വേണ്ടി നമ്മൾ നടത്തിയിട്ടുള്ള ഈ ടെസ്റ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ റെക്കോർഡും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം. അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. റീഡിങ്സ് മസ്റ്റ് ബി കറക്റ്റഡ് ടു എ ബേസ് ടെമ്പറേച്ചർ സജസ്റ്റ് 20 ഡിഗ്രി ഫോർ എ വാലിഡ് കമ്പാരിസൺ. അപ്പോൾ ഒരു നമ്മളെപ്പോഴും റീഡിങ്സും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ 25 30 and 30 ഡിഗ്രി, അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ബേസ് ടെമ്പറേച്ചർ വെച്ചിട്ട് വേണം നമ്മൾ റീഡിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ദ റീഡിങ്സ് മസ്റ്റ് ബി കറക്റ്റഡ് ടു എ ബേസ് ടെമ്പറേച്ചർ. അപ്പോൾ അതുകൊണ്ട് എക്സ്പെരിമെൻസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ടെമ്പറേച്ചർ നമ്മൾ കറക്റ്റാണ് നോക്കിയിട്ട് വേണം ചെയ്യാൻ. Keep in mind that the insulation resistance measures do not give the measure of total dielectric strength cable insulation or weak spot in the cable. അപ്പോൾ ടോട്ടലായിട്ടുള്ള ഡയലക്ട്രിക് സ്ട്രെങ്ത് നമുക്ക് ഒരിക്കലും കിട്ടില്ല, ആ ഒരു പെർട്ടിക്കുലർ പോർഷനത്തെ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ദ പാർഷ്യൽ ഡിസ്ചാർജ്. പാർഷ്യൽ ഡിസ്ചാർജ് ഈസ് എ ലോക്കലൈസ്ഡ് ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ദാറ്റ് ക്യാൻ ഒക്കർ അറ്റ് വോയിഡ്സ്, ഗ്യാപ്പ്, ഇതൊക്കെ വരുമ്പോഴാണ് അത് ഡിസ്ചാർജ് മെയിൻലി ഉണ്ടാകുന്നത്. ആൻഡ് സിമിലർ ഡിഫക്ട്സ് ഇൻ മീഡിയം ആൻഡ് ഹൈ വോൾട്ടേജ് കേബിൾസ്. അപ്പോൾ ഹൈ വോൾട്ടേജ് കേബിൾസ്, മീഡിയം വോൾട്ടേജ് കേബിൾസിലൊക്കെ ധാരാളം ഉണ്ടാവാറുണ്ട്. ഇഫ് നോട്ട് പ്രോപ്പർലി അഡ്രസ് പാർഷ്യൽ ഡിസ്ചാർജ് വിൽ എറോഡ് ദ കേബിൾ ഇൻസുലേഷൻ. അപ്പോൾ കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ഇത് മൊത്തം നശിപ്പിച്ച് കളയും നമ്മുടെ കേബിളിനെ. യൂഷ്വലി ഫോംഡ് എ ട്രീ ഷേപ്ഡ് പാറ്റേൺ. അപ്പോൾ ഒരു ട്രീയുടെ പോലെയൊക്കെ ബ്രാഞ്ചസൊക്കെ പോലെ പാറ്റേണിലാണ് നമ്മൾ ഇൻസുലേഷൻ ഡെവലപ്പ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവഞ്ച്വലി റിസൾട്ട് ഇൻ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ആൻഡ് ഫെയിലർ ഓഫ് ദ കേബിൾ ഓർ ദ അക്സസറീസ്. അപ്പോൾ ഇതിങ്ങനെ ട്രീ പോലെയൊക്കെ പോവുകയാണെങ്കിൽ ഭാവിയിൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കംപ്ലൈൻ്റ് ആയി പോയി സംഭവം ശരിക്കും, അല്ലെങ്കിൽ നമ്മുടെ അക്സസറീസോ കേബിൾസോ എന്തായാലും ഡാമേജ് ആയി പോകാൻ ചാൻസസ് ഉണ്ട്. ടെസ്റ്റിംഗ് ഇൻവോൾവ്സ് അപ്ലൈയിങ് എ വോൾട്ടേജ് കണ്ടക്റ്റീവ് ടു ദ പാർഷ്യൽ ഡിസ്ചാർജ്. അപ്പോൾ ഇതെങ്ങനെ ടെസ്റ്റ് ചെയ്യണം നമ്മൾ പറയാൻ പോണേ. അത് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്ന ഒരു വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ മെഷറിംഗ് ഡിസ്ചാർജ് കറണ്ട് പൾസസ് യൂസിങ് കാലിബ്രേറ്റഡ് പി ഡി സെൻസസ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കേബിളിൻ്റെ ഉള്ളിൽ പി ഡി സെൻസസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ, അതായത് പി ഡി എന്ന് ഉദ്ദേശിച്ച പാർഷ്യൽ ഡിസ്ചാർജ് സെൻസേഴ്സാണ്, അത് വെച്ചിട്ടാണ് നമ്മൾ റീഡിങ്സും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത്. കാരസിസ് ഓഫ് പാർഷ്യൽ ഡിസ്ചാർജ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ type of the cable, size of the cable and location of the defects, insulation type, voltage and cable temperature. ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓരോ കേബിളും പല തരത്തിലായിരിക്കും അതിനുണ്ടാവുക. ടൈപ്പ്, വോൾട്ടേജ്, കേബിളിൻ്റെ ടെമ്പറേച്ചർ, സൈസ്, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, പി ഡി ടെസ്റ്റ് ഈസ് ഓൾസോ നോൺ ടു ഡിറ്റക്ട് സ്മോൾ ഇംപെർഫെക്ഷൻസ് ഇൻ ദ ഇൻസുലേഷൻ. അപ്പോൾ ഈ പി ഡി ടെസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ചെറിയ വല്ല ഇംപെർഫെക്ഷൻസോ വല്ല പ്രശ്നങ്ങളോ കാര്യങ്ങളോ നമ്മുടെ കേബിളുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും കൂടി നമ്മൾ പി ഡി ടെസ്റ്റ് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഈ പി ഡി ടെസ്റ്റിന് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഓൺലൈൻ പി ഡി ടെസ്റ്റ് എന്ന് പറയും, ഒന്ന് ഓഫ്ലൈൻ പി ഡി ടെസ്റ്റ് എന്ന് പറയും. ഓക്കെ, ഓൺലൈൻ പി ഡി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 50 to 60 ഹെർട്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു ടെസ്റ്റാണ്. അതായത് ഓൺലൈൻ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം, അതായത് ഇവിടെ ഡി എനർജൈസേഷൻ ചെയ്യണില്ല നമ്മൾ, അതായത് വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദ സർവീസ് നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യേണ്ടത് നമ്മുടെ കേബിളിൽ. ദിസ് വിൽ പെർഫോം വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദ സർവീസ്. ഓൺലൈൻ പാർഷ്യൽ ഡിസ്ചാർജ് ടെസ്റ്റ് ഈസ് എ നോൺ ഡിസ്ട്രക്റ്റീവ് വൺ. അപ്പോൾ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സപ്ലൈ പോകേണ്ട ആവശ്യമില്ല. ആ കേബിളിൽ കൂടി കറണ്ട് എന്തെങ്കിലും പോകണ്ടെങ്കിലും പോയിക്കോട്ടെ എന്ന് വെക്കാം നമുക്ക്. പക്ഷേ നമുക്ക് ടെസ്റ്റിങ്ങും നടത്താൻ പറ്റും. അതാണ് എൻ്റെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇത് നോൺ ഡിസ്ട്രക്റ്റീവ് ടൈപ്പ് ടെസ്റ്റാണ്. അപ്പോൾ ഇത് ചെയ്യുന്നതുകൊണ്ട് വലിയ കംപ്ലൈൻറ്റ് വേറൊന്നും വരാൻ പോകുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ഓഫ്ലൈൻ പി ഡി ടെസ്റ്റ്, അതായത് ഓഫ്ലൈൻ പാർഷ്യൽ ഡിസ്ചാർജ് ടെസ്റ്റാണ് അടുത്തത്. Offline partial discharge test offers a significant advantage over the other technologies because its ability to measure the cable's response to a specific stress level and predict the future performance without causing a fault. അപ്പോൾ ഈ ഓഫ്ലൈൻ പാർഷ്യൽ ഡിസ്ചാർജിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് കമ്പയർ ടു അതർ ടെക്നോളജീസ്. അതിന് കാര്യങ്ങളായിട്ട് പറയുന്നത് ഇറ്റ് ക്യാൻ മെഷർ ദ സിസ്റ്റംസ് റെസ്പോൺസ് ടു എ സ്പെസിഫിക് സ്ട്രെസ് ലെവൽ. ഒരു പെർട്ടിക്കുലർ സ്ട്രെസ് ലെവൽ വരെ ഇതിന് അത് അളവെടുക്കാൻ പറ്റും. അത് മാത്രമല്ല അതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഫ്യൂച്ചർ പെർഫോമൻസ്. അത് എത്ര നാളത്തേക്ക് ഇത് കംപ്ലയിൻറ്റ് കൂടാണ്ട് നിൽക്കും എന്നുള്ള കാര്യം വരെ ഇതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓഫ്ലൈൻ ടെസ്റ്റിംഗ് ഈസ് ഓൾസോ നോൺ ആസ് ഇറ്റ്സ് എബിലിറ്റി ടു പിൻ പോയിൻറ്റ് ദ എക്സാക്ട് ഡിഫക്റ്റ് ലൊക്കേഷൻ ഓൺ ഫീൽഡ് ഏജ് എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ എവിടെയാണ് പ്രോബ്ലം, ഏത് ഭാഗത്ത്, അതായത് ഇത്ര മീറ്റർ കഴിഞ്ഞിട്ടാണ് പ്രോബ്ലം വന്നേക്കണേ, അത് കറക്റ്റായിട്ട് പിൻ പോയിൻറ്റ് ഇതിന് ചെയ്യാൻ പറ്റും എവിടെയാണ് ആ ഡിഫക്റ്റിൻ്റെ ലൊക്കേഷൻ. അതാണ് വേറൊരു മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് ഇതിൻ്റെ. അപ്പോൾ എനേബിളിംഗ് ദ മാനേജർ ടു ആക്യുറേറ്റ്ലി പ്ലാൻ ഫോർ ദ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ. അപ്പോൾ അങ്ങനെ നമുക്ക് മുൻകൂട്ടി അറിയാമെങ്കിൽ, ഇപ്പോൾ ഒരു വലിയ കേബിളിന് 10 കിലോമീറ്റർ നീളമുണ്ടെങ്കിൽ അതിനകത്ത് 6ാമത്തെ കിലോമീറ്ററാണ് പ്രോബ്ലം എങ്കിൽ നമുക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെർട്ടിക്കുലർലി നമ്മുടെ ആ ഒരു മാനേജർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പെർട്ടിക്കുലർ ഭാഗത്തേക്ക് ആൾക്കാരെ അയക്കാനും വളരെ പെട്ടെന്ന് തന്നെ റിപ്പയർ ചെയ്യാനും മെയിൻ്റനൻസ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, കാരണം വെച്ചാൽ ഇതിനകത്ത് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പിൻ പോയിൻറ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും, എവിടെയാണ് ആ ഒരു കംപ്ലയിൻറ്റ് വന്നേക്കണേ, പിൻ പോയിൻറ്റ് ദ എക്സ്ട്രാക്ട് ഡിഫക്റ്റ് ലൊക്കേഷൻ. അതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. വേറെ
The challenge with offline testing is that the equipment must be taken out of service. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞതാണ്, അതായത് ഓഫ്ലൈൻ പി ഡി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഇത് സർവീസ് കൊടുക്കാൻ പറ്റില്ല, അതായത് സപ്ലൈ എന്തെങ്കിലും പോകണമെങ്കിൽ നമുക്ക് ഓഫ് ആക്കേണ്ടി വരും. അതാണ് മെയിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് ഇതിൻ്റെ. മെഷർമെൻറ്റ്സ് ആർ ഡൺ അറ്റ് ഹയർ വോൾട്ടേജ് ദാൻ ദ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ്. അപ്പോൾ സാധാരണ രീതിയിൽ ഓപ്പറേഷൻ ചെയ്യുന്ന വോൾട്ടേജിനെക്കാട്ടി കൂടുതലുള്ള വോൾട്ടേജിലാണ് ഇന്നത്തെ നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കേബിൾ ടെസ്റ്റിങ്ങിനെ കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തുവാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നോട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. See you all in my next video with another topic.